അപ്പോൾ 5 മണിക്ക് ഉണർന്ന് ഒരു 6:30 വരെ അപ്പോൾ ഒരു സാധാരണഗതി ചെയ്യുന്ന ഒരു പുസ്തകം ഈ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഉള്ള ഒരു പുസ്തകമായിരിക്കും. അതിങ്ങനെ എടുത്തിട്ട് ഒരു കഥ പോലെ വായിക്കുകയോ പറയുകയോ ചെയ്യുന്ന, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ അന്യരാജ്യത്ത് വരുന്നവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുക എന്ന അത്തരത്തിലുള്ളൊരു ക്ലാസ്സാണ് ആ സമയത്തുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒരു മണിക്കൂറോളം കഴിയുമ്പോഴത്തേന് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഈ അടുക്കളയിലോട്ടിങ്ങ് വരും. എന്നിട്ട് അവിടെ വന്നിരുന്ന് ഈ രാവിലത്തെ ഈ പച്ചക്കറിയെല്ലാം അരിയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു 1.5 മണിക്കൂർ പോലും എടുക്കത്തില്ല. ഇത്രയും പേര് ഒന്നും ചേർന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞും എല്ലാവരും കൂടെ അങ്ങ് തീർത്ത് അതെല്ലാം. എന്നിട്ട് പിന്നെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആയിട്ട് അവരവരുടെ ഇതിന് പോവും. ആ സമയത്ത് ഈ അടുക്കളയിലെ പണികളൊക്കെ അറിയുന്ന 1-2 പേര് കാണും. അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഈ ചോറും അതിനോട് ബന്ധപ്പെട്ട കുറേ കറികളും ഒക്കെ വയ്ക്കും. 9:30 ആകുമ്പോൾ ഒരു മണി അടിക്കും. മണി അടിക്കുമ്പോൾ എല്ലാവരും കുളിച്ചൊക്കെ വൃത്തിയായി എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. 9:30 ആകുമ്പോൾ ഒരു ക്ലാസ് തുടങ്ങും. 9:30 തൊട്ട് 10:30 ഒരു 11 മണിയാകുമ്പോൾ ക്ലാസ് തീരും. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്നത് അത് ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ കപിലൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അപ്പോൾ ആ വിഷയമാണ് അന്ന് പഠിപ്പിച്ചിരുന്നത്. അതിങ്ങനെ എല്ലാ ദിവസവും ഒന്നിനു പുറകെ ഒന്നിനായ കപിലിൻ്റെ സിദ്ധാന്തം. അപ്പോൾ ആ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ആദ്യകാലത്തെ ഇന്ത്യൻ ഫിലോസഫിയിൽ ആദ്യം ഉണ്ടായ ഒരു ഇതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നത്തെ എല്ലാം തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം പഞ്ചഭൂതങ്ങൾ എന്താണ്, അതുപോലെ തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ വാക്കുകളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ്, 24 തത്വങ്ങൾ, അപ്പോൾ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിന് ആന്തരികമായിട്ടുള്ള കരണങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകവീക്ഷണം തരുന്ന അണു എന്നുള്ള വാക്ക്, അണുവാണ് ഏറ്റവും ചെറിയത്, മുറിക്കാൻ പറ്റാത്തതെന്നുള്ള നിലവാരത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ചേർന്ന് അങ്ങനെ പ്രപഞ്ചം ഉണ്ടാകുന്നതെന്നും അത് കഴിഞ്ഞിട്ട് ഈ ബോധം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും അത് 2 തരത്തിലുണ്ടെന്നും അതിങ്ങനെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന തരത്തിലുള്ള കോൺസെപ്റ്റുകൾ വരുന്നത്. അപ്പം ശക്തി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗുണങ്ങൾ, ത്രിഗുണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊരു കൗതുകം ഉണ്ടാക്കുന്നതും മനസ്സിലാക്കാനായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലും പറയും, മലയാളത്തിലും പറയും. കൂടുതലും ഇംഗ്ലീഷിലാണ് പറയുന്നത്. അത് ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് കൂടുതലും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകാത്ത മലയാളികളായ സ്വാമിമാരും ഒക്കെ കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി മലയാളത്തിലും കുറച്ച് പറയും. അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. ഈ ക്ലാസ്സുകളായിരുന്നു അപ്പോൾ ഒരു 11 മണിയായപ്പോൾ തീർന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ഉച്ചയ്ക്കല്ല ഭക്ഷണം, ഈ സമയത്താണ്, ഈ 11 മണിക്കാണ് ശരിക്കും ഒരു ഭക്ഷണം കിട്ടും. അത് ഈ കറിയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരുകുലം അത് നടന്നു പോകുന്നത്. അവിടെ ഒരു 4.5 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള അതിനകത്ത് താല്പര്യമുള്ള ആൾക്കാർ അതിനകത്ത് പോകും. യതിയോടൊത്തിരുന്നിട്ട് ഇങ്ങനെ പുസ്തകം എഴുതുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ വേറൊരാളിരുന്ന് എഴുതിയെടുക്കും. അപ്പോൾ ഒരാൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വേറൊരാളായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുസ്തകമായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഒരു സമയത്ത് 2-3 പുസ്തകമൊക്കെ എഴുതി ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് എഴുതി. അപ്പോൾ അത് ഈ മെക്കാനിസം ഇതായിരുന്നു. ഓരോ ആളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഏതെങ്കിലും ഡിഫറൻ്റ് ആയ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിനകത്ത് ഇടപെടുന്നവർ എല്ലാവരും കൂടെ അവിടെ ഉണ്ടാവും. അല്ലാത്തവർ അപ്പോൾ നമുക്ക് പശു ഉണ്ട്, 2 പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മാർക്കറ്റിൽ പോകണം, ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ അത് വോളണ്ടിയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ 2-3 സഞ്ചിയൊക്കെ ആയിട്ട് 1-2 പേര് മാർക്കറ്റിലേക്ക് പോകും. അത് ഈ ഗുരുകുലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരെയാണ് ഈ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ റെയിൽവേ ലൈനിൽ കൂടെ നടന്ന് അവിടെ പോയി
സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വരും. ഇങ്ങനത്തെയുള്ള എല്ലാ ആക്ടിവിറ്റികളും ഏതാണ്ട് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ആളുകളെല്ലാം തിരിച്ചു കൂടും. അപ്പോഴാണ് ടീ ടൈമാണ്. ഒരു ചെറിയ ഒരു ഉപ്പുമാവ് പോലത്തെ ഒരു സാധനം എന്തെങ്കിലും അതുപോലത്തെ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും. ചായയും കാണും. അതും ഉണ്ടാക്കുന്നതിന് ഈ ഇവിടെ ഉണ്ടായിരുന്നവരാരെങ്കിലുമൊക്കെ സഹകരിച്ച് അവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും അത് കഴിഞ്ഞാൽ ഇതുണ്ട് ടീ ടൈം എന്ന് പറയുന്ന ഈ സാധനം കഴിയുമ്പോഴത്തേന് കളക്റ്റീവായിട്ടൊരു ഒന്നിച്ചു കൂടിയിരുന്ന് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കൃഷി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് ഇത്രയും പേരും കൂടെ ഒന്നിച്ചു ചേർന്നിട്ടൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കണ്ടുപിടിക്കുക, അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടീം വർക്ക് എന്നതിന് അപ്പോൾ പറയുന്നത്. ടീം വർക്കിന് എല്ലാവരും കൂടെ പോകും. അപ്പോൾ പിന്നെ ഈ പണിയെടുക്കുന്നവർക്കറിയാം എല്ലാവരും കൂടെ കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നേരത്തെ വെച്ചേക്കും. അപ്പോൾ അവിടോട്ട് പോയി അവരെ അസിസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യും. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കഥ പറയുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യും. അത് പലപ്പോഴും ഒരു പുസ്തകം വായിക്കുക എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു സൈഡിൽ അതൊരു മണിക്കൂർ നേരത്തേക്ക് കാണും. അത് കഴിഞ്ഞാൽ ആളുകളെല്ലാം കുളിക്കാനും ഒക്കെ പോയി അവർ വൃത്തിയായിട്ട് തിരിച്ചു വന്ന് നടക്കാൻ പോകും. നടക്കാൻ പോകുക എന്ന് പറയുന്നത് നടക്കാൻ പോകുമ്പോൾ കൂടെ പോവുക എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്ത് പലതരത്തിലെ കഥകൾ പറയുക, അനുഭവങ്ങൾ പറയുക, ഇങ്ങനെ പണ്ട് നടന്നതായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ വട്ടം ചുറ്റിയിരിക്കുന്നുണ്ട്. കുറച്ച് പേര് സ്വന്തമായിട്ട് അവരുടെ വക നടപ്പിന് പോകും. എന്നിട്ട് അതിങ്ങനെ ഊട്ടി ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഈവനിങ് സന്ധ്യ സൂര്യനാസ്തമിക്കുന്ന കാണാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ട് അവിടെ ഇരുന്ന് മഴയില്ലാത്ത ചില ദിവസങ്ങൾ മഴയുണ്ട്. അന്ന് ഈ നടപ്പിന് പോകാൻ പറ്റത്തില്ല, ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടാവും. തിരിച്ച് വന്ന് 7 മണിയാകുമ്പോഴത്തേനും വീണ്ടും ആൾക്കാർ റെഡിയായിരിക്കും. 7 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തും ഇതുപോലുള്ള ഒരു വിഷയമായിരിക്കും. അത് ഒരു ഇന്ത്യൻ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ ഫിലോസഫി ഏതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും അത്. അത് സെലക്ട് ചെയ്ത് പറയുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, അത് ആളുകളിരുന്ന് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. അത് 7 തൊട്ട് 8:30 വരെയൊക്കെ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീണ്ടും എല്ലാവരും കൂടെ അടുക്കളയിലേക്ക് വന്ന് ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായ ഒരു കഞ്ഞിയായിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി, 2 സാധനമായിരിക്കും ഉണ്ടാകുന്നത്. അതിനോട് ചേർന്നൊരു കറിയും ഉണ്ടാവും. അതും കഴിച്ചു കഴിഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും അടുക്കളയുടെ പണികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് തീർന്ന് അടുക്കള ക്ലോസ് ചെയ്ത് എല്ലാവരും കൂടെ ഇങ്ങനെ മെയിൻ ഹാളിലേക്ക് വീണ്ടും വരും. അപ്പോൾ പിന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ കൂടെ ചേർന്ന് പാട്ട് കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അവരവരുടെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് താല്പര്യമുള്ളവർ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന അവരുടെ പുസ്തകങ്ങളിലേക്കൊക്കെ അങ്ങ് പോകും. പക്ഷേ ഈ ഒന്നിച്ചു കൂടിയിരിക്കുന്നവരെല്ലാവരും കൂടെ ഒരു 10-11 മണി വരെ അതിങ്ങനെ ആ ഒരു അരങ്ങ് ഉണ്ടാവും. ആ സമയത്ത് ഈ കളക്റ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മ അനുഭവിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചിലപ്പോൾ തമാശകളും പഴയ കാര്യങ്ങളും പണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗുരുക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കഥ പോലുള്ള രൂപത്തിനകത്ത്, അപ്പോൾ ഒരു പഠന സ്ഥലം പോലെയല്ല, ആ സമയത്ത് ഇങ്ങനെ പറയുക എന്നുള്ളത് അത് എല്ലാവരും അവരവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയും ചിലപ്പോൾ അന്നൊക്കെ ഇങ്ങനെ മ്യൂസിക് ലോകം മുഴുവനുള്ള തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട്. കാസറ്റ് ഒക്കെ ആദ്യമായിട്ട് വരുന്ന കാലമാണ്. അപ്പോൾ കാസറ്റിനകത്ത് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പൂള്, ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് 2 വേണം. അപ്പോൾ അങ്ങനെ പാട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ റേഡിയോയും അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ റേഡിയോ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു ജീവിതത്തിനകത്ത് അത്ഭുതകരമായ അനുഭവമായിരുന്നു. നമുക്കൊക്കെ റേഡിയോ ആദ്യം ഒരിടത്ത് ഒരു മേശപ്പുറത്തിരിക്കുന്ന റേഡിയോ ആയിരുന്നു അനുഭവിച്ചിരുന്നത്. അപ്പോൾ ആ റേഡിയോ വാൽവൊക്കെ ഉള്ള റേഡിയോ ആണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്താൽ കുറേ നേരം കഴിഞ്ഞിട്ട് സ്റ്റേഷൻ ഓണായി വരുമൊക്കെ ഉള്ളൂ.
ഇപ്പം ഈ ട്രാൻസിസ്റ്റർ വരുമ്പോൾ നമ്മൾ ഓണാക്കി ഉടനെ തന്നെ പാട്ട് പാടാനോ അല്ലെങ്കിൽ സംസാരിച്ച് കിടക്കുന്നത് കേൾക്കും. അത് ഭയങ്കര അത്ഭുതമായിട്ടായിരുന്നു ഞാനൊക്കെ ആദ്യം അനുഭവിക്കുന്നത്. നമുക്ക് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന മെക്കാനിസം പെട്ടെന്ന് ലൈവായി മാറുന്നത് നമുക്ക് മറ്റേ വാൽവ് ചൂടായി വരണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഓഫ് ചെയ്താലും കുറേ നേരം കഴിഞ്ഞേ അത് ഓഫ് ആകത്തുള്ളൂ, റേഡിയോ പഴയ റേഡിയോ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനാണെങ്കിൽ മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 16 മണിക്കൂറും കേൾക്കുന്ന തരത്തിലായിരുന്നു ജീവിക്കുന്നത്. മുഴുവൻ സമയം പാട്ട് കേൾക്കുമായിരുന്നു. പലതരത്തിലായിരുന്നു. റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ റേഡിയോ സിലോൺ ആണ്. റേഡിയോ സിലോൺ ആയിരുന്നു പാട്ടുകൾ മുഴുവനും. അവിടെ മലയാളം ഉണ്ടാവും, തമിഴുണ്ടാവും, ഹിന്ദി ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ ഈ 4 ഭാഷയിലും പാട്ട് കേൾക്കും. അപ്പോൾ ഇങ്ങനത്തെ പാട്ട് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ നമ്മുടെ സ്റ്റേഷൻസിനകത്താണെങ്കിൽ ആകെപ്പാടെ അരമണിക്കൂർ നേരമാണ് സിനിമ പാട്ടൊക്കെ ഉള്ളത്. മറ്റേ റേഡിയോ സിലോണിൽ അങ്ങനെയല്ല. സിലോണിൽ ഇഷ്ടം പോലെ പാട്ടുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് തരത്തില്ല. എന്നാലും ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഈ റേഡിയോ സ്റ്റേഷനല്ല, ഈ രാത്രിയല്ല പകൽ തന്നെ ആ സമയത്ത് അങ്ങ് ഗ്യാപ്പ് വരും. അപ്പോൾ റേഡിയോ കുവൈറ്റ് അന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് BBC, വോയിസ് ഓഫ് അമേരിക്ക, ഇങ്ങനത്തെ റേഡിയോ സ്റ്റേഷൻസൊക്കെ ഞാനിങ്ങനെ സംഘടിപ്പിച്ച് ഇംഗ്ലീഷും അങ്ങനത്തെ ഇതെല്ലാം കേൾക്കുമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ കേട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കമൻട്രിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഹരം ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു ക്രിക്കറ്റ് കമൻട്രി. അത് കമൻട്രി അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തിട്ടാണ് കേൾക്കുന്നത്. ഇവരിങ്ങനെ കമൻട്രി പറയുമ്പോൾ ഫുട്ബോൾ കമൻട്രിയാണ്. നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കല്ലേ ഉള്ളൂ. ഫുട്ബോൾ 90 മിനിറ്റ് ആകുമ്പോൾ തീരുമല്ലോ. മറ്റേ ക്രിക്കറ്റ് അങ്ങനെയല്ലല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ കേൾക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പം ഈ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഓസ്ട്രേലിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ കേൾക്കാൻ പറ്റും. പക്ഷേ ഈ ഇംഗ്ലണ്ടിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേന് രാത്രി 11 മണി 12 മണി 11 മണി വരെ കണ്ടുവരും. അപ്പോൾ ഈ അച്ഛൻ്റെ ന്യൂസ് കേൾക്കുന്ന വലിയൊരു ഇതാണ്. ഞങ്ങളെല്ലാം പാട്ട് കേൾപ്പുകാരും അച്ഛൻ ന്യൂസ് കേൾക്കുന്ന ആളുമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാകാൻ നല്ല സാധ്യതയാണ്. കുട്ടികളെല്ലാം പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവർ വളരെ സീരിയസ് ആയി കുറച്ച് ന്യൂസ്. അപ്പോൾ ന്യൂസ് നമ്മൾ നിർബന്ധമായിട്ട് കുറച്ച് കേൾക്കേണ്ടി വരും. അപ്പം അച്ഛനെ അതങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതിന് ഈ റേഡിയോ ആക്സസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ പാട്ട് കേൾപ്പും ഒക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ഈ രാത്രിയിലെ. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലൊക്കെ ക്രിക്കറ്റ് കളിയുള്ളപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൊക്കെ ഉണർന്ന് വെച്ച് കേട്ടിട്ടുണ്ട്. അത്ര ഭ്രാന്ത് പിടിച്ച് കേൾക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ ഈ സിലോണിലും BBCയിലും ഈ റേഡിയോ കുവൈറ്റിലും ഒക്കെ പാട്ട് കേട്ട് നമ്മൾ എന്താണ് ബിനാക്ക ഗീത്മാല എന്ന് പറഞ്ഞാൽ ഹിന്ദി പാട്ട് കേൾക്കുന്ന ബിനാക്ക എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു അമീർ സാനി. അത് തന്നെ അമീർ സാനി എന്ന് പറയുന്ന ആളായിരുന്നു. അത് ഇങ്ങനെ ഈ പാട്ടിനെ പറ്റിയൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോ പാട്ടിനെ പറ്റി ഒരു ചെറിയ വിവരണവും തമാശയൊക്കെ ആയിട്ട് എന്നിട്ട് ഹിന്ദി പാട്ട് ഒക്കെ നമ്മളിങ്ങനെ. അപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടിരുന്ന ഞാനാണ് ഈ ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ച് ജീവിതത്തിൽ ഇനിയും പാട്ടൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആദ്യത്തെ 2 ആഴ്ച ഇവിടെ ആരും ഇവർ 2 പേര് ഈ 2 സ്വാമിമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാട്ടോ ഒരു സാധനമൊന്നുമില്ല. തീയതി വരുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ മുറി തുറന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഇഷ്ടംപോലെ പാട്ട്. അപ്പം പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടില്ലാത്ത മ്യൂസിക്കും അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് പറഞ്ഞാൽ ബീറ്റിൽസിൻ്റെ ഒക്കെ പാട്ടുകളും ആ ഗിറ്റാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മ്യൂസിക്കും ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണല്ലോ കേട്ടിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ. അപ്പോൾ മാത്രമല്ല യൂറോപ്യൻ മ്യൂസിക്, ബെയ്തോവന്, മൊസാർട്ട്, ബാക്ക്, ടൈച്ചോവ്സ്കി, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ തന്നെ ഉള്ളതൊക്കെ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് തന്നെ അല്ലെങ്കിൽ കേട്ടിട്ടില്ല. നമ്മൾ ഈ കേട്ടിട്ടുള്ള മുഴുവനും സിനിമയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റിൽസിനെ പോലുള്ള ഗായക സംഘങ്ങൾ പാടുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മ്യൂസിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് അവിടെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം, ഫ്ലൂട്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ അതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഈ റേഡിയോ സ്റ്റേഷൻ കേൾക്കുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ഒരു പഠിച്ചിട്ടില്ല, അങ്ങനെ അറിഞ്ഞൂടാ. പക്ഷേ ഇത് വളരെയധികം അങ്ങനത്തെ മ്യൂസിക് മുഴുവനും ഉണ്ടായിരുന്നു.
അപ്പോൾ അവർ തന്നെ വായിക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ തരത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എസ് ടി കോളേജിൽ പഠിക്കുമ്പോൾ ഇവർ പാട്ടുകാരായിരിക്കുന്നവരുടെ കേൾവിക്കാരനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഒരിക്കലും ഞാനൊരു ഇൻസ്ട്രുമെൻറ്റ് ഞാൻ വായിക്കാൻ കുറേ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരുവിധമുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റും വായിക്കുന്ന ആളായിരുന്നു. അത് കാരണം വീട്ടിനകത്ത് മൗത്ത് ഓർഗൻ, ബുൾബുൾ, ഗിത്താർ, ഇതെല്ലാം ഈ ജ്യേഷ്ഠൻ കൊണ്ടുവന്ന് അതെല്ലാം വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ അതൊരു ടാലൻറ്റേ ഇല്ല എന്നുള്ളത് ഞാൻ അതിനകത്ത് തട്ടി നോക്കിയപ്പോൾ എനിക്കത് പറ്റിയിട്ടേ ഇല്ല, ഒരു സമയത്തും പറ്റിയിട്ടില്ല. മൗത്ത് ഓർഗനൊക്കെ വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിട്ടല്ലാതെ അതൊന്നും വായിക്കാൻ പോലും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ സംഗീതത്തിൻ്റെ കേൾവിക്കാരനായിരിക്കുന്നതാണ് കൊണ്ട് അവിടെ ചെന്നപ്പോഴും ഇഷ്ടംപോലെ മ്യൂസിക്. അതൊരു ഭയങ്കര വ്യത്യാസമായിരുന്നു, അത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഈ വിവാൽഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസീഷ്യനുണ്ട്, യൂറോപ്പിനുണ്ടായിരുന്നു. അയാളുടെ 4 സീസൺസ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കര രസമുള്ള മ്യൂസിക്കുകളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ കേട്ടാണ് ഞാൻ, അത് പ്രത്യേകിച്ച് ടൈച്ചോസ്കിയുടെ ചില മ്യൂസിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിനകത്ത് ആഴ്ന്നു പോകും. അതുപോലെ തന്നെ ഈ ബെയ്തോവൻ്റെ സിംഫണീസ് ഉണ്ട്, 5th സിംഫണി, 8th സിംഫണിയൊക്കെ വളരെ ഡിഫറെൻ്റാണ്. നമുക്ക് അതൊക്കെ കേട്ടാൽ നമ്മൾ അത്ര രസമായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് മുഴുവനും ഈ ഗുരുകുലത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ അനുഭവമായിരുന്നു. ഒപ്പം ഹിന്ദുസ്ഥാനി സംഗീതം, ഇന്ത്യയിലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ലിസൺ ചെയ്യുമായിരുന്നു. അതിങ്ങനെ ഈ വൈകുന്നേരത്തെ ആ സമയത്താണ് മ്യൂസിക്. അപ്പോൾ പിയാനോ എന്ന് പറയുന്നത് ഗുരുകുലത്തിലില്ലായിരുന്നു, പക്ഷേ അവിടെ ഊട്ടിയിലായിരുന്ന കാരണം കൊണ്ട് അവിടെ ഇംഗ്ലീഷുകാരൊക്കെ പല ഉണ്ടായിരുന്നു, പല വീടുകളിലും പിയാനോ ഉണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ നിന്ന് വന്ന സ്കോട്ട് ടിറ്റ്സ്വർത്ത് എന്ന് പറയാം, അങ്ങനെയാണ് അദ്ദേഹത്തിനെ, സ്കോട്ട് എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അദ്ദേഹം നല്ലോണം പിയാനോ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോയിട്ട് ഈ പിയാനോകളെടുത്ത് പോയിരുന്നിട്ട് ഇത് നേരിട്ട് വായിച്ച്, അപ്പോൾ അയാൾ വളരെ എനിക്ക് തോന്നുന്നത് വളരെ ഒരു സാധാരണ നിലവാരത്തിൽ ഉയർന്ന തരത്തിൽ വായിക്കാൻ അറിയാവുന്ന ഒരു മ്യൂസിക് വായിച്ച് തന്നെ ജീവിക്കുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാളതിങ്ങനെ വായിച്ച് കേട്ട് ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സാധാരണമല്ലാത്ത, നമ്മൾ ഗുരുകുലം അല്ലെങ്കിൽ ആശ്രമം എന്നൊക്കെ പറയുന്ന ഒരർത്ഥത്തിലുമല്ല നമ്മൾ ഈ ജീവിക്കുന്ന ആ സമയത്ത് നമുക്ക് അറിയുന്ന ഒരു ആശ്രമ അന്തരീക്ഷത്തിനെ പറ്റിയൊക്കെ പിൽക്കാലത്തൊക്കെ ആൾക്കാരൊക്കെ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥാപനമല്ല ഈ ഗുരുകുലം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അവിടെ ചിത്രകലയെ പറ്റി, ചിത്രം വരയ്ക്കുന്നവർ ചെയ്യുന്നു, ഈ പാട്ട് പാടുന്നവർ, ഈ മ്യൂസിക് വായിക്കുന്നവർ, അത് ഈ മ്യൂസിക് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ ഒക്കെ, വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന നമ്മൾ അനുഭവിക്കുന്ന വീഡിയോ ഒന്നും അന്നില്ല. ഫിലിമിൻ്റെ ചെറിയ പ്രൊജക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള എല്ലാ സാധനവും എനിക്ക് കഴിഞ്ഞ, പിന്നെ ഞാൻ പോകുന്നതിന് ശേഷമാണ് ഈ കൊള്ളാവുന്ന തരത്തിൽ കമ്പ്യൂട്ടർ, ഞാൻ പോരുന്ന സമയത്ത് അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടറൊക്കെ വരുന്നുണ്ട്. ഈ അമേരിക്കയിൽ ഉണ്ടാകുന്നതിന് സമാന്തരമായിട്ട് തന്നെ ഗുരുകുലവുമായിട്ട് കണക്ട് ചെയ്ത് അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാരണം കൊണ്ടാണ് അതൊക്കെ ആദ്യമേ തന്നെ എത്തുന്നുണ്ട്. അപ്പം ആ നിലവാരത്തിലുള്ള ഒരു വശം അതിനുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ ഈ ലോകം മുഴുവനുള്ള ആളുകളായിരുന്ന കാരണം കൊണ്ട് അസാധാരണമായ ഒരു എക്സ്പോഷർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാസികകൾ വായിച്ച് വളർന്ന ഒരാളായത് കാരണം കൊണ്ട് ഇവിടുത്തെ സന്യാസിമാരുമായിട്ട് ബന്ധമുണ്ടാകുന്നതിനൊക്കെ കൂടുതൽ എനിക്ക് ഈ പുറത്തുനിന്ന് വന്ന മനുഷ്യരുമായിട്ടാണ് ബന്ധമുണ്ടായത്, അന്യ രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ അവരുടെ ഹ്യൂമർ, അവരുടെ അപ്പോൾ ഈ അതിനകത്ത് വരുന്ന കാർട്ടൂൺസ്, ഇതൊക്കെയായിട്ടാണ് എനിക്ക് ബന്ധമുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലവാരത്തിൽ വളരെ വലിയ ഒരു എക്സ്പോഷറായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ ഒരു 3-4-5 മാസം, ഞാൻ ആ ആദ്യത്തെ ഒരു 3-4-5 മാസം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ഏറ്റവും വലിയ എക്സ്പോഷർ എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് സംസാരിക്കുകയും പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിക്കണമെന്നും ചിന്തിക്കണമെന്നും വായിക്കണമെന്നും ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നതും പറയുന്നതും. പക്ഷെ അതേ സമയത്ത് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു വലിയ അന്തർധാര ഈ 2 ക്ലാസ്സുകളിലായിട്ട്, ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് വേദാന്തമല്ലാത്ത, അതായത് വേദാന്തമല്ലാത്തതെന്ന് പറയുമ്പോൾ
രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്. ആസ്തിക ദർശനമെന്നും നാസ്തിക ദർശനമെന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കും. അപ്പം ബുദ്ധമതമൊക്കെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു സെക്ഷൻ ഉണ്ട്. മറ്റേത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേദത്തിനെ അംഗീകരിക്കുന്നത്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞുള്ള ഡിവിഷൻ. വേദത്തിനെ അംഗീകരിച്ച് ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നവരും വേദത്തിനെ അംഗീകരിക്കാതെ ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നവരുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന കാറ്റഗറിയൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള ആ ഫിലോസോഫിക്കലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്ന ഒരു വശം. പിന്നെ ഇൻ്റർനാഷണലായിട്ടുള്ള മറ്റ് ഫിലോസഫിയും മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ബൈബിള് ആയാലും ഖുറാനായാലും ഒക്കെ അവിടെ വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ചില ദിവസത്തെ ക്ലാസ്സിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മളെല്ലാം അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെയായിരുന്നു പഠന ലോകമാണ് ഇത്. ഈ സ്വന്തമായിട്ടും നമുക്ക് പഠിക്കാം, ഈ ക്ലാസ്സുകളിനകത്തൂടെയും പഠിക്കാം, പിന്നെ ഡിസ്കഷനകത്തൂടെ പഠിക്കാം. ഇതായിരുന്നു അവിടുത്തെ ഒരു ചര്യ. അപ്പോൾ അത് ഇങ്ങനെ നടന്നു. എനിക്കൊരു 4 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു യതി അന്ന് ഈ കോയമ്പത്തൂർ ഒരു വീട് സന്ദർശനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു സെറ്റ് ആൾക്കാരുമായിട്ട് ഒരു 3 ദിവസം 4 ദിവസത്തേക്കാണ് പോകുന്നത്. പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാനവിടെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഞാൻ സന്ധ്യ സമയമാണ്. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വീണിട്ടില്ല, നല്ല സൂര്യൻ്റെ നല്ല വെളിച്ചമുള്ള, അത് മറന്നു പോകാനൊക്കാത്ത ഒരു ഇതാണ്. നല്ല ചുവപ്പ് നിറത്തിലുള്ള സൂര്യപ്രകാശമാണ്. അപ്പം അതിങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ വീഴുന്ന സമയത്ത്, അപ്പം ഞാൻ ഈ മുറിയുടെ ഒരു വശത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഞാനിങ്ങനെ വരുമ്പോൾ ഈ ഗ്ലാസ്സിനകത്തൂടെ ഇങ്ങനെ ഒരു സ്വർണ്ണ മുടിയുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എന്നെ അറിയാതെ അത് ബാധിച്ചു. ഞാൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ വളരെ കാണാൻ കൊള്ളാവുന്ന ഒരു യൂറോപ്യൻ സ്ത്രീ അവിടെ, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയാണ്, എൻ്റെ തന്നെ പ്രായം കാണും, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരിങ്ങനെ അവിടെ വന്നിരുന്ന് യതിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ അവരുമായിട്ട് ഇരുന്ന് കുറേ നേരം സംസാരിച്ച്. അപ്പം അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന് പറയാനായിട്ട് ആദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന മാധവസ്വാമി മാത്രമാണ് ഉള്ളത്. മറ്റവരെല്ലാവരും താഴെ പോയിരിക്കുകയല്ലേ. അപ്പോൾ തീരുമാനം എടുത്ത് ഞാൻ ഇവിടെ താമസിക്കാം, യതി വരുമ്പോൾ കാണാം, 3-4 ദിവസം കഴിയുമ്പോൾ വരാം. ഈ 3-4 ദിവസം കൊണ്ട് ഞാനും ഇവരും തമ്മിൽ ഭയങ്കര അടുപ്പമുള്ള ആളുകളായി മാറി. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ ടൗണിലെല്ലാം പോവും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പം ഉണ്ടായിട്ട്. ഈ അടുപ്പം ഉണ്ടാകുന്ന സമയത്താണ് യതി വരുന്നത്. യതി വന്ന് യതിയായിട്ട് ഞാൻ യതിയുടെ കൂടെ പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ അവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പം. അപ്പം മാർക്കറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ഞാനും അവളും കൂടെ പോവുക എന്നുള്ള തരത്തിലായി. അങ്ങനെ വളരെ ഡീപ്പായി ആദ്യമായിട്ടാണ് ഒരു പ്രണയത്തിനകത്ത് ആ നിലവാരത്തിലുള്ള പ്രണയം, നമ്മൾ അടുത്തറിയുക എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഒരു പ്രണയം ഉണ്ടാകുന്ന. അങ്ങനെ അതേ സമയത്ത് അതിന് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രണയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പറഞ്ഞോ അടുത്തോ നമുക്കൊന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വേലിക്കൽ നിന്നുള്ള പ്രണയങ്ങളും. കോളേജിനകത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വളരെ അറിയപ്പെടുന്ന, ഞാൻ കോളേജിൽ അന്ന് ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടി. അപ്പോൾ അന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു, കോളേജ് ബ്യൂട്ടി, അങ്ങനെയാണ് പറയുന്നത്. കോളേജ് ബ്യൂട്ടിയാണ് അവർ എന്ന് പറയുമ്പോൾ ഒരാൾ ഭയങ്കര സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടാവും. കോളേജിൽ സുന്ദരനായ ഒരു പുരുഷനെ പറ്റിയൊന്നും ആരും പറയാറില്ല. എപ്പോഴും കോളേജ് ബ്യൂട്ടി എന്ന് മാത്രമേ നമുക്കറിയാം. അല്ല കോളേജ് മെയിൽ അങ്ങനെ സംഭവമില്ല. അപ്പോൾ പെൺകുട്ടികളെ അങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഈ പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന. ആ പെൺകുട്ടിയെ ഞാനുമായിട്ട് പ്രണയം ഉണ്ടായി എന്നുള്ള കിംവദന്തിയാണ് സത്യത്തിലുള്ളത്. ഞങ്ങൾ തമ്മിൽ ഈ ജനലിൽ കൂടെ കണ്ടുള്ള പരിചയവും അടുപ്പവും ഉണ്ടാവുകയും അത് ഒരിക്കലും എനിക്ക് മറക്കാനൊക്കാത്ത ഒരു അനുഭവമായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ ഈ
ഫസ്റ്റ് ഇയർ അങ്ങോട്ട് തീരുന്ന സമയത്താണ്. അപ്പം ഞാനൊക്കെ ഈ പെൺകുട്ടി ഇരിക്കുന്നിടത്തൊക്കെ പോയി വട്ടം ചുറ്റിയൊക്കെ നിൽക്കും എന്നുള്ളതല്ലാതെ ഒരിക്കലും സംസാരിക്കാനോ പറയാനൊന്നും ഒരിക്കലും കഴിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അവളെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പോലും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കോളേജ് അടയ്ക്കുന്ന ദിവസം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. ഒരു വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എതിർവശത്തെ വരാന്തയിൽ കൂടെ ഈ പെൺകുട്ടിയോട്ട് ഒരു കൂട്ടുകാരിയും കൂടെ നടന്നിങ്ങനെ പോവാണ്. പോയി ആ വരാന്ത തീരുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇവളിങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കൈ വീശി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ആരോടും വീശി കാണിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല, ഞാനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്താണ് കൈ വീശിയത്. അപ്പം ഞാൻ ഒരിക്കലെങ്കിലും പെൺകുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് പോലും വിചാരിക്കാത്ത ഒരു കാലത്താണ്. അങ്ങനത്തെ എൻ്റെ വീട്ടിനകത്ത് ഏറ്റവും സുന്ദരനല്ലാത്ത ഒരാൾ ഞാനാണ്. ബാക്കി എല്ലാവരും സുന്ദരന്മാരുടെ ഗ്രേഡിൽ വരുന്നവരാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ ആരെങ്കിലും അങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് നോക്കുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് എൻ്റെ തലയിലോട്ട് വരുന്നത്. അപ്പം ഞാൻ ഓടി അവിടോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേനും ഇവളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ പോകുന്ന വഴിക്കെല്ലാം അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നിന്നിട്ട് കൈവീശി കാണിക്കും. അപ്പോൾ ഞാനും കൈവീശി കാണിക്കും. എന്നിട്ട് അതൊരു വിഷ്വലാണ്. പച്ച നിറത്തിലെ പാടത്തിൻ്റെ നടുവിലൂടെ ഇവിടെ ഒരു മഞ്ഞ ഉടുപ്പും മഞ്ഞ പാവാടയും ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി കൈവീശി കാണിക്കും. അപ്പം ഞാനത് ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് എന്നുവെച്ചാൽ അത് ഈ വർഷം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ കോളേജ് തുറക്കുള്ളൂ. കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ പെൺകുട്ടി കൈവീശി കാണിച്ചു. അത് കോളേജ് ബ്യൂട്ടി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവളുടെ പേര് ആശ എന്നാണ്. അപ്പോൾ ഈ ആശ എന്നുള്ള പേര് ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നടന്നങ്ങ് പോയി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ വായുവിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഈ അനുഭവത്തിന് ശേഷം. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് ഞാൻ പാടുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയാൽ വീട്ടിലുള്ളവരെല്ലാം ചീത്ത പറയുന്ന നിലവാരത്തിൽ മോശമായിട്ടേ പാട്ട് പാടാൻ അറിയാവും. എന്നിട്ട് പോലും ലോകത്തുള്ള സകല പാട്ട് ഞാൻ അന്ന് പാടി. അന്ന് പ്രത്യേകിച്ചും ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരി വന്ന് ആ പാട്ട് പാടി ഞാൻ ചത്തന്നു. അത് ഞാനിന്ന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്ര ഭയങ്കരമായ ഒരു അനുഭവം ഉണ്ടായത്. മാത്രമല്ല ഈ വിരഹം ഒക്കെ അനുഭവിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ 2 മാസത്തേക്ക് കാണാനും പറ്റത്തില്ല. പ്രണയം ഉണ്ടായും പോയി, കാണാനും പറ്റാതെ. അതാണ് ആദ്യത്തെ അങ്ങനെ നമുക്കൊരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായത്. അതാണ്. പക്ഷേ ഈ 2 മാസം ഞാൻ പാടുപെട്ട് ജീവിച്ച് അത് കഴിഞ്ഞ് അടുത്ത വർഷം അവൾ വന്ന് ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ല. ആകെ ഉള്ളത് ഞാനിരിക്കുന്നത്. അപ്പം അവർ ഫസ്റ്റ് ഗ്രൂപ്പും ഞാൻ തേർഡ് ഗ്രൂപ്പുമാണ്. അപ്പോൾ തേർഡ് ഗ്രൂപ്പിലിരുന്ന് ജനലിൽ കൂടെ അവളിരിക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലിരിക്കുന്ന അവൾ ജനലിലിരിക്കും. അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കുക എന്നുള്ളത് ആകെ ചെയ്തിട്ടുള്ള പ്രവൃത്തിയതേ ഉള്ളൂ. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ വളരെ അറിയപ്പെട്ട ഒരു പ്രണയത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഞാൻ ജീവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോളേജിലുള്ളവർക്കെല്ലാം ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ പ്രണയമാണെന്ന് പറയും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാണ് ആകെ ഉള്ള യഥാർത്ഥ പ്രണയം. ഇത്രയേ ഉള്ളൂ. ഈ ജനലിൽ കൂടെ നോക്കി ചിരിക്കുന്നു എന്നുള്ളതാണ് ആകെ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് സംസാരിക്കാൻ, പക്ഷെ നമുക്ക് വാക്കൊന്നും വരത്തില്ല. അത് കാരണം കൊണ്ട് അതൊന്നും നടന്നിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വർഷം ഇങ്ങനെ പ്രണയമാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയും, കൂട്ടുകാർ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രണയം നിന്നു എന്നുള്ളതല്ലാതെ വേറൊരു തരത്തിലും നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് SD കോളേജിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിനകത്ത് അപ്പം ഞാനിങ്ങനെ ഒരു പഠിക്കുന്നവനാണെന്നുള്ളൊരു പേര് ദോഷം എപ്പോഴും. അത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കുറച്ച് പറയാനൊക്കെ അറിയാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇംഗ്ലീഷ് സ്കൂൾ മേടിയെത്തി പഠിച്ചിരുന്ന കാരണം കൊണ്ട് കൂട്ടത്തിൽ ഇംഗ്ലീഷിന് ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ അറിയാതെ കിട്ടിപ്പോവും. ഞാൻ പഠിക്കുന്ന ആളല്ലായിരുന്നല്ലോ. അത് കാരണം കൊണ്ട് എന്നാലും അതിന് ഇംഗ്ലീഷിന് മാർക്ക് കൂടുതൽ കിട്ടുന്ന ആളെന്നുള്ള നിലവാരത്തിൽ പഠിക്കുന്ന ആളായിട്ട് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും. കുറച്ച് ഫ്രീഡത്തോടെ ഒക്കെ പഠിക്കുന്ന ആളിനോട് സംസാരിക്കുന്നു എന്നുള്ളൊരു സ്പേസിലാണ്. പഠനമൊന്നുമല്ല, ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടം കൊണ്ട് മിണ്ടുകയൊക്കെ ചെയ്യുകയാണ്. എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു കവറിടാൻ പറ്റും. 2 പേരെന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള അഭിനയത്തിലൊക്കെ പരസ്പരം സംസാരിക്കാം. അപ്പോൾ ആ ഒരു സാധനം ഒഴിച്ച് ഈ BA പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ
പ്രത്യേകിച്ച് പ്രണയം തോന്നുന്ന നിലവാരത്തിലൊന്നും സംഭവിച്ചിട്ട് ഒരു 3-4-5 പെൺകുട്ടികളെ ഞാൻ പ്രണയിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളതല്ലാതെ സത്യത്തിൽ ഒരു കൊള്ളാവുന്ന ഒരു പ്രണയവും ഈ BA കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല. ആളുകൾ ഈ നേരത്തെ പറഞ്ഞാൽ മറ്റേതിനകത്തൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അഗാധമായ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പക്ഷെ അവൾ BAക്ക് ഞാൻ പഠിച്ച കോളേജിലോട്ടല്ല പോയത്, വേറെ കോളേജിലോട്ടാണ് പോയത്. അത് കാരണം കൊണ്ട് അത് അവിടെ വെച്ച് തീർന്നും പോയി. അകന്നിരിക്കുന്നവരുടെ പ്രണയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. ഈ റെയിൽവേ ലൈന് അവിടുത്തെ പാളത്തിൽ കൂടെ നടന്ന് സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവൾ കൈയെടുത്ത് എൻ്റെ കൈയിൽ ഇങ്ങനെ പിടിച്ച് എൻ്റെ ശരീരം ഇങ്ങനെ ഉറഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പഠിക്കുന്നില്ല, അവൾ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകാം, എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അവൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.